എന്താണ്? സെറ്റ്. ഹാപ്പി ഓണം ഓൾ. സമയം ഇപ്പോൾ 7:18 കേട്ടോ, 7:15 കഴിഞ്ഞു. അപ്പം ഞാൻ കുളിച്ചിട്ട് പോടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് പൂവ് ഞാനിത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് ബാക്കി പൂവ് പറമ്പിൽ പോയിട്ട് പറിക്കാം കേട്ടോ. പറമ്പിലല്ല, തൊട്ടപ്പുറത്ത് തന്നെ. നമുക്ക് ജസ്റ്റ് അവിടെ പോയിട്ടൊന്ന് നോക്കാം. കാരണം ആകെ 2 പൂവേ ഉള്ളൂ. ഒന്ന് നമുക്ക് ഈ പാത്രം ഞാൻ ഡെയിലി ഈ പാത്രത്തിലാക്കുക. ആകെ 2 പൂവല്ലേ ഉള്ളൂ. ഇത് നുറുക്കിയിടാൻ. അപ്പം നമുക്ക് കാശിത്തുമ്പ പറിക്കാം. സാധാരണ ഞാൻ കുളിച്ചിട്ടൊന്നും പോയിടാറില്ല കേട്ടോ. ഇന്ന് തിരുവോണമായതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ കുളിച്ചിട്ടെങ്കിടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ 7:30 ആവും സാധാരണ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് പൂവിടാൻ. പിന്നെ ഇന്ന് തിരുവോണമായതുകൊണ്ട് ഇത് കണ്ടോ, കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഈ പൂവ് അതിൻ്റെ കൂടെ എന്തായാലും മിക്സ് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ബാക്കി പൂവ് പറിച്ചിട്ട് വരാം കേട്ടോ. നമുക്കിത് ഇത്ര പൂവ് കിട്ടി കേട്ടോ. ഇത്ര ഞാൻ പറിച്ചുള്ളൂ. ഇനി ബാക്കി പൂവ് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് പൂവിടാൻ തുടങ്ങാം. എനിക്ക് പൂക്കളിടുമ്പോൾ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം തന്നെ ഞാനൊരു ഡിസൈനൊക്കെ നോക്കി, പിൻട്രസ്റ്റ് നോക്കി വരയ്ക്കല്ല, നമ്മളത് നോക്കി സെറ്റാക്കി ഇട്ടപ്പോൾ അതത്ര അങ്ങ് ഗുമ്മാവില്ല എന്ന് മാത്രമല്ല, ഞാൻ വിചാരിച്ച ഡിസൈൻ വേറെയും ഇട്ട് വന്നപ്പോൾ വേറൊരു പൂക്കളും ആയിപ്പോയി. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ഇത്തവണ ഒന്നും ആലോചിക്കാണ്ട് അങ്ങ് ഇടുമ്പോൾ ഒരു ഓളത്തിന് അങ്ങ് ഇട്ട് പോയതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വേറൊരു ടൈപ്പായിരുന്നു നോക്കിയത്. അപ്പോൾ അതെനിക്ക് അത്രങ്ങ് അത് നോക്കുമ്പോൾ പൂക്കൾ കുറച്ച് എക്സ്ട്രാ വരികയും ചെയ്യും. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഇടാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ മാറ്റിയിട്ടതായിരുന്നു ഈ ഒരു ടൈപ്പ്. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും അതെ കേട്ടോ, പൂക്കളിടാതിരിക്കുമ്പോൾ ചെറിയ സ്റ്റൂളൊക്കെ വെച്ചിട്ടായിരിക്കും. കാരണം ഭയങ്കര കാലുവേദനയും. പിന്നെ അമ്മ ഇവിടെ ഫുള്ള് ഈ റെഡ് ടൈലിട്ട ഭാഗം ഫുള്ള് നനച്ചതുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഡ്രസ്സ് ബാക്കിലൊക്കെ നനയും. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൂളിലാട്ടോ ഞാൻ മിക്കതും ഇരിക്കുക. പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെ ഇടാൻ വേണ്ടി വലിഞ്ഞ് പറ്റാത്ത സമയത്ത് മാത്രമേ അവിടെ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ചെറുതായി ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് കുറച്ചും കൂടെ വൃത്തിയിൽ കിട്ടുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാനിങ്ങനെ ഒന്നാകെ പിച്ചി നുള്ളിയിടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാനിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ കുറച്ചും കൂടെ വൃത്തി തോന്നി എനിക്ക്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മൾ ഓണാഘോഷത്തിനൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക. കത്രിയേറ്റും ബ്ലേഡേറ്റും ഒക്കെ കട്ട് ചെയ്തിട്ട് അത് തന്നെയായിട്ടോ ബെറ്റർ. അപ്പം ഞാൻ എന്തായാലും ഇനി അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം എനിക്കങ്ങനെ കുറേ നോക്കിയിട്ടും ഈ സംഭവം റൗണ്ട് അങ്ങ് കറക്റ്റ് ആവുന്നില്ല. ഈ ഔട്ടർ റൗണ്ട് ഉണ്ടല്ലോ, അത് പുറത്തെ റൗണ്ട് അങ്ങ് കറക്റ്റ് ആവുന്നില്ല. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറേ ഒരു പുറത്തിങ്ങനെ റൗണ്ട് കറക്റ്റാക്കാൻ പൂക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എനിക്കൊരു തൃപ്തി വരുന്നില്ലായിരുന്നു കേട്ടോ.
ഇത് ലേശം കയറ്റിയിട്ട് ഇവിടുന്ന് ലേശം കയറ്റിയിട്ട് എന്നാൽ വട്ടാതെ. അങ്ങനെ അച്ഛൻ പുറത്തു പോയി വന്നപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു കേട്ടോ അതെങ്ങനെയുണ്ട്, റൗണ്ട് എന്തോ സെറ്റായിട്ടില്ല, നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അച്ഛൻ വന്ന് പറഞ്ഞതും കറക്റ്റായിരുന്നു, റൗണ്ട് ഇല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ നീക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ തട്ടിക്കൊടുത്തേട്ടോ. അങ്ങനെ ഒരു വീത്തം അങ്ങ് റൗണ്ടാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇത്രയൊക്കെ മതി, നമ്മളല്ലേ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും മാത്രമല്ലേ കാണുള്ളൂ, അതൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടു. പിന്നെ ഞാൻ എന്തായാലും ഈ പൂക്കളം കൊണ്ട് ഞാൻ തൃപ്തയാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്തായാലും അതവിടെ വെച്ചങ്ങ് റൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് അവസാനം മിനുക്ക് പണികളൊക്കെ ചെയ്ത് പൂക്കളത്തിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ പൂവിടൽ കഴിഞ്ഞു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ഒരുവിധം റൗണ്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ പൂക്കളം റെഡി. ഡിസൈനൊന്നും ഇല്ല കേട്ടോ, ഞാൻ കണ്ട പോലെ അങ്ങ് ഇട്ടിക്കാണ്, കഷ്ടിച്ച് റൗണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ നേരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ദോശയും സാമ്പാറും ചമ്മന്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി അങ്ങ് കഴിച്ചു. പിന്നെ അച്ഛനും ആതിരയും നേരത്തെ കഴിച്ചു കേട്ടോ. കാരണം ആതിരയ്ക്കും അച്ഛനും ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കേണ്ടേ നേരത്തെ, അപ്പോൾ സദ്യ കഴിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അവർ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഞാനും അമ്മയും എല്ലാം വന്നതായിട്ട് പിന്നെ പൂക്കളൊക്കെ ഇട്ട് വന്നപ്പോൾ ഈ ഒരു സമയമായി, ഒരു 9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ചായയൊക്കെ കുടിച്ച് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാനുള്ള തെത്രപ്പാടുള്ളത് കേട്ടോ. ഇപ്പം കണ്ടോ പുതിയ ഓണക്കോടിയൊക്കെ ഇട്ടിട്ട് നല്ല രസമില്ല, രണ്ടുപേരും ഒരേപോലത്തെ. അങ്ങോട്ട് നോക്കിക്കാ. രണ്ട് കിടുകാമണികൾ കണ്ടോ. നിങ്ങൾ എവിടുന്ന് എടുത്തത് രണ്ടുപേരും? മുല്ലപ്പൊക്കെ നോക്കട്ടെ. കൊള്ളാം. പൂക്കൾ എങ്ങനെ ഉണ്ട് നമ്മള്? സൂപ്പർ. ലച്ചി പൂക്കൾ കേട്ടോ. കൊള്ളാം. ലച്ചു എന്താ കണ്ണൊന്നും എഴുതിയില്ലേ? അടിയിലെഴുതിട്ടില്ല, മേലെ മാത്രം എഴുതിയിട്ടു. അതെന്തേ? കൊള്ളാം. പൂക്കളി തറവാട്ടിക്കല്ലേ പോണ്? കാശിയോ?
നോക്കി ഗിൽറ്റ് കണ്ടോ, ഗിൽറ്റ് അല്ല മറ്റേ മിററിന്റെ രണ്ടും ഒരുപോലത്തെ. കൊള്ളാലേ പക്ഷേ. എവിടെ ദേവുന്റെ കണ്ടില്ലല്ലോ. ചേട്ടാ എന്താ ചാ ഇത് ബിസ്ക്കറ്റോ? അച്ഛൻ പാപ്പം കൊടുത്തിട്ടുണ്ട് നാളേക്കുള്ള പാപ്പം. എന്താ അച്ഛൻ അട കൊടുത്തിട്ടുണ്ട് ഗൈസ്, അട. എന്താണ്? സെറ്റ്. ഇവിടെ നിങ്ങൾക്ക് 3 പേർക്ക് ഒരേപോലത്തെ ഡ്രസ് അല്ലേ? അയ്യോ എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. അയ്യോ വെള്ളിയാണല്ലേ. ഇവിടെ തങ്കു തങ്കുവിന് ഈ ഡ്രസ്സല്ല. എന്ത് എന്താണ്? ബനിയനും സൗസറോ? ആഹാ, എന്നാലും മോശമായി പോയി. നിങ്ങൾ എല്ലാരും 3 പേര് ഈ ഡ്രസ്സ് എടുത്തിട്ട് അത് അങ്കുവിന് മാത്രം ബനിയനും സൗസറും. ചായ പിടിച്ചോ? അതാണേ പോളി. ഫോട്ടോ എടുക്ക, ഫോട്ടോ. ഹാപ്പി ഓണം. തങ്കുവാ ഡിയാ സത്തുമണി വട്ടം ചുറ്റി കളിക്കല്ലോ. ദേവോ അതതിന് വലിയ ഇതാണ് വർഷം കൂടു. ദേവു കണക്ക് ഓണത്തെ പറ്റി എന്താ അറിയാ? ഓണത്തെ പറ്റി മാവേലിനെ അറിയോ? എന്താണ് തമ്പാട്ടി? മാവേലി മാവേലി പറഞ്ഞ ആരാ? ഒരാളോ? കൊടയും പിടിച്ച് വരുന്ന ആള് നമുക്കറിയാലേ. എന്ത് ഓണം? നമ്മള് ചെല്ലിക്കുട്ടിയല്ലേ. എന്താണ് എന്താ നമുക്ക് ഓണത്തെ പറ്റി എന്താ അറിയാ? പൂക്കളിടും. കാശിക്ക് എന്താ അറിയാ? പിന്നെ മാവേലി മാവേലി പറഞ്ഞ ആളുണ്ടാവും, ഓണപ്പൂക്കൾ ഉണ്ടാവും, മാവേലി പറഞ്ഞ ആളുണ്ടാവും, പിന്നെ സദ്യ, പിന്നെ നമ്മളിനെന്താ അറിയാ? കളിക്കാം, ഓണക്കളികൾ ഉണ്ടാവും, പിന്നെ
വട്ടം ചുറ്റല് അത് എന്നും ഉണ്ടല്ലോ. അനക്കെന്താ അറിയാ ഓണത്തെ പറ്റി? ഓക്കെ, ദേവുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഓണപ്പാട്ട് പാടിയിട്ട് ഈ കുട്ടി പട്ടാളങ്ങളിലെ കലാ പരിപാടി അവസാനിപ്പിക്കുന്നുണ്ട്. റെഡി? 1 2 3. നമ്മളടുത്തേക്ക്. റെഡി? 1 2 3 അടിപൊളി. നമ്മള് പഠിക്കങ്ങി എന്ത് കാശിക്കറിയോ നമുക്ക്? ലച്ചനറിയില്ലേ? പാട് പാട്. ആ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഓ സെറ്റ് 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 സെറ്റ്. കിടു കിടു വേണ്ടിട്ടോ. ഓക്കെ, ടാറ്റാ. അപ്പം നമുക്ക് നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് പോകുന്നതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ഛനും അമ്മയും കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഇപ്പോഴത്തെ സമയം 10:30 കേട്ടോ. നമ്മളൊരു 9:30 ഫുഡ് കഴിച്ചായിരുന്നു. എന്നിട്ടൊരു 10:30 ആകുമ്പോൾ, അതായത് പറയാൻ കാരണം, കറക്റ്റ് ടൈം പറയാൻ കാരണം നമ്മുടെ സഞ്ചാരമാണ് ടി വിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, യാത്രാ ഡയറി കുറിപ്പുണ്ടല്ലോ അത്. അപ്പോൾ ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അവിയലിക്കുള്ളതും അതുപോലെ തന്നെ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ളതൊക്കെ പച്ചക്കറി അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വേഗം പണി തീരുമല്ലോ. വേഗം ഒന്ന് ഒതുങ്ങിയാൽ തന്നെ നമുക്ക് ഫുഡ് കഴിച്ച് വേഗം അച്ഛനും ആദരിക്കും പോവാം. നേരം വൈകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അമ്മയും അച്ഛനും ഇരുന്ന് അരിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ 4 പേരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. 11 മണി 11:30 ആ സമയമാകുമ്പോഴേക്കും നമ്മളിരുന്നു. കാരണം ആദരിക്കും അച്ഛനും പോകാണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ സദ്യ കഴിച്ചിട്ടങ്ങ് ഇരിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് 12 മണിക്ക് വണ്ടി വരും. അപ്പോൾ അപ്പോഴേക്കും ഫുഡ് കഴിച്ച് റെഡി ആവണം. സാധാരണ നമ്മൾ ഈ സമയത്തൊന്നും കഴിക്കാറില്ല കേട്ടോ. ഒരു 1 മണി 2 മണി ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ വല്ല ഓണം, വിഷു അങ്ങനെ വല്ല വിശേഷ ദിവസങ്ങളിൽ 12 മണിക്കൊക്കെ കഴിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും റെയറാണ് അങ്ങനെ ആ ഒരു ടൈമിലൊക്കെ കഴിക്കുന്നത്. ഞങ്ങളെപ്പോഴും ലേറ്റായി കഴിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ സദ്യ എല്ലാം നേരത്തെ ഇവർ പോകാനുള്ളത് കൊണ്ട് തന്നെ അമ്മ നേരത്തെ എഴുന്നേറ്റ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം 11 മണിയാകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പായസം എല്ലാ പ്രാവശ്യത്തെയും പോലെ ഏൽപ്പിക്കുക കേട്ടോ ചെയ്തത്. ഇവിടെ ഇങ്ങനെ കുറേ പായസത്തിൻ്റെ ഇതിങ്ങനെ വരും. ഓണം, വിഷു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ചാരിറ്റി ആ ഒരു അതിനും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരുവിധം എല്ലാവരും ദിവസത്തെ എല്ലാവരും പായസം ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ സദ്യക്ക് എന്താ പറയുക, നോൺ വെജ് ഉണ്ടാക്കാറില്ല കേട്ടോ. ചിലയിടങ്ങളിൽ നോൺ വെജ് ഉണ്ടാവാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പൂരം ആ സമയത്ത് പൂരത്തിനൊക്കെ നമ്മൾ നോൺ വെജ് എന്തായാലും മസ്റ്റായിരിക്കും. പക്ഷേ ഓണം, വിഷുവിനൊന്നും നോൺ വെജ് ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, കായ വറുത്തത്, അതുപോലെ തന്നെ അച്ചാർ, പുളി, ഇഞ്ചി, എലിശ്ശേരി, അവിയൽ, പപ്പടം, സാമ്പാർ, പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേര് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അച്ഛനും ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 4 പേർക്കുള്ളത് തന്നെ ഇതന്നെ ഭയങ്കര ധാരാളമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന പാലട പായസമായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പരിപ്പായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഏൽപ്പിച്ച പരിപ്പ് ഇഷ്ടമല്ല.
അപ്പോൾ നമ്മൾ പാലടയാക്കി. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ പായസത്തീറ്റ തന്നെ കേട്ടോ. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു. അത് ഇപ്പോൾ ഇന്നലെയും എടുത്തു. അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ പായസം തന്നെയാണ്. മധുരം കഴിച്ചപ്പോൾ ഷുഗറൊക്കെ അടിച്ചു കയറുന്ന തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ 4 പേരും എല്ലാ പ്രാവശ്യവും ഞങ്ങളെപ്പോഴും 4 പേര് ഒരുമിച്ചാട്ടോ ഫുഡ് കഴിക്കുക. രാത്രി അച്ഛൻ റിട്ടയർഡ് ആയ ശേഷം ഉച്ചയ്ക്കും ഞങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ കഴിക്കുക. രാവിലെ അതെ, എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറ്. പിന്നെ എന്താ പറയുക, സദ്യയുടെ കൂടെ തന്നെ അമ്മ പായസം കൂടെ ഒഴിച്ചു കേട്ടോ. കാരണം അതിന് പിന്നെയും എഴുന്നേറ്റ് പോകാൻ വയ്യാച്ചിട്ട് അപ്പോൾ തന്നെ പായസം എടുത്തായിരുന്നു. രാവിലത്തെ തന്നെ അച്ഛൻ പോയിട്ട് വാങ്ങി കൊടുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എല്ലാവർക്കും ഈ ഒരു വശം മൊത്തം, ഞങ്ങളുടെ ഈ ഒരു പ്രദേശം മൊത്തം പായസം ഒട്ടുമിക്ക ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും പായസം ഏൽപ്പിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് രാവിലെ തന്നെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഒഴിച്ച് പിന്നെ ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പില്ലായിരുന്നു കേട്ടോ. കാരണം 9 മണിയാകുമ്പോഴാണ് ഞാൻ എൻ്റെ ചായയും ഇതൊക്കെ ദോശയൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വരുമ്പോൾ അട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ 11 മണിയാകുമ്പോൾ തന്നെ ഈ സദ്യ കഴിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാലും പിന്നെ ഇങ്ങ് കുത്തി കയറ്റി. പിന്നെ പായസം കൂടെ കഴിക്കാൻ ഒട്ടും ഇതില്ലായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ടി വിയും കാണുന്നുണ്ട് കേട്ടോ. ടി വി എനിക്കും ആതിരയ്ക്ക് അമ്മയ്ക്ക് പറ്റിയ ഐറ്റംസ് ഒന്നുമല്ല. ആക്ച്വലി ഈ ഞെട്ടും ബോൾട്ടും എന്താ പറയുക, ഡോൾബി എന്നല്ലേ ആ സംഭവം. പിന്നെ ഈ സ്പീക്കർ, ഈ ചിപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. ഈ ഇലക്ട്രോണിക്സിൻ്റെ ഈ ഐറ്റംസൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്ന കാണാം. എന്താണ് ഡെയിലി ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവില്ല, അതുപോലെയാണ് അച്ഛൻ ഇരുന്നിട്ട് ടി വിയിലിരുന്നിട്ട് അതിൻ്റെ ഓരോ ഫിറ്റിങ്ങും റിപ്പയറിങ്ങും ഒക്കെ ഇരുന്ന് പഠിക്കുന്ന കേട്ടോ. ഇരുന്ന് കാണുന്നതാണ്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഫാനും ബൾബും എന്തെങ്കിലുമൊക്കെ ഫാന്, പൈപ്പ് ഇതൊക്കെ നാശമായി കഴിഞ്ഞാൽ അച്ഛൻ തന്നെയാണ് റിപ്പയറിങ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ ഉണ്ട് കേട്ടോ കാണുന്നതിൻ്റെ. അപ്പോൾ റിട്ടയർഡ് ആയ ശേഷം ഇതന്നെയാണ് പണി, ഇങ്ങനെ ഇരുന്ന് കാണുക. എന്തായാലും അപ്പോൾ അത് കാണുക. അപ്പോൾ അതാ ഞാനും അതിൽ വലിയ മൈൻഡ് ചെയ്യാത്തത്. ഇപ്പോൾ പക്ഷേ എന്ത് സംഭവം ഇടയ്ക്കെങ്കിലും ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് എഴുന്നേറ്റ് വിട്ടു. അപ്പോൾ ആതിര അച്ഛനും വേഗം നേരത്തെ ഇരുന്നിരുന്നല്ലോ. അപ്പോൾ ആതിരയുടെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വേഗം പോയിട്ട് ഇപ്പം തന്നെ 12 മണിയായി. അപ്പോൾ 12:30 ആകുമ്പോൾ വണ്ടി വരും. അപ്പോൾ അവൾ വേഗം എഴുന്നേറ്റ് പുറപ്പെടാൻ നിന്നു കേട്ടോ. പിന്നെ അച്ഛന് പിന്നെ വലിയ പുറപ്പെടാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആതിര വേഗം എഴുന്നേറ്റ് പോയി. പിന്നെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മൾ ഒരു സദ്യ, ഇന്നത്തെ ഒരു സദ്യ വട്ടം കഴിഞ്ഞു കേട്ടോ. ഒരുപാട് കറികളും ഒരുപാട് കൂട്ടം ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. പിന്നെ കഴിക്കാനുള്ള ആ ഒരു സ്പേസേ ഉണ്ടാവില്ല. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു. സാമ്പാറും ഇന്നലെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും എന്താ പറയുക, അവിയലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ പിന്നെയും കഴിച്ചു. പക്ഷെ ഇന്നൊട്ടും കഴിക്കാൻ പറ്റുന്നില്ല. അത്രയും വയറ് ഫുള്ളായിട്ട്. പിന്നെ നേരത്തെ കഴിച്ചതുകൊണ്ട് ഈ സമയത്ത് കഴിച്ച് ശീലമില്ലല്ലോ. അപ്പോൾ ഒന്നും അങ്ങ് കയറുന്നില്ലായിരുന്നു. എന്തായാലും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എഴുന്നേറ്റ് കേട്ടോ. ടാറ്റാ. ശരി, ഇത് നിന്റെ ഉള്ളിലുണ്ടായിരുന്നല്ലേ? അല്ല, അഭിലാഷിന്റെ കൂടെ. പറയുന്നു ഓ കിട്ടാതിരിക്കോ? ഞങ്ങള് ചോറിന്റെ ആതിരക്ക് പോവാണ്ടായിരുന്നു. ആതിര പോയി.
വന്നാ വായോ വായോ. എന്റെ പുതിയ ഡ്രസ് എവിടെ? ദേവ് ഒരു സംഭവം ദേവ് അതിനെന്ത് ഈ കളർ എടുത്തത്? പൊട്ടി. ഇതിനാ അവൾക്ക് വേറൊന്നുമില്ല. ഉടുപ്പ് എടുക്കാണ്ട് എന്തിനാ വെറുതെ ഓണത്തൊന്ന് ഇട്ടു എന്നുള്ളൊരു പേരിന് വേണ്ടി നിർത്താ. മറ്റുള്ള നല്ല രസമുണ്ട്. തങ്കോ ഇവിടെ പാടി അല്ലേ എന്തായാലും കുറുമ്പേ അരി ഇങ്ങനെ കാട്ടിട്ട് സ്വത്തുമണിയെ എവിടേക്ക് പോയതാ? ഞാൻ പപ്പടം പഠിക്കാൻ പോയതാ. പപ്പടത്തിന് കാര്യം പറഞ്ഞു. അതിന് പേടിയുണ്ടോ? ആ പേടി കണ്ട് ഞാൻ പൊന്നം കൂടിയിട്ട് രവി ചെയ്ത് പോവാനായിരിക്കും വണ്ടി എടുത്തിട്ട്. ചേച്ചിടക്ക് പോയ വായാ ഞാൻ 4 ദിവസം പോയി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അച്ഛന് ഇപ്പോഴും വേദന. തങ്കുവാ പറഞ്ഞിക്കാം. ആ പെണ്ണേ നിക്ക് എന്റെ സർക്കസിന് പറ്റില്ല കേട്ടാ. ആ കോടാണെന്ന് ഒരുത്തെടുത്തപ്പോഴും അതെ അങ്ങോട്ട് കാലി പിടിച്ചോ. വാ ഒരു മാമ എടുത്താ പിന്നെ വെയിലടിക്ക് വെയിലുള്ള വയ്യ. ഒരു മാമ എടുത്താ കുട്ടീനെ. തങ്കുവാ ആരടി എൻ്റെ അച്ചക്കുണ്ട് അവിടെ? പൊക്കോട്ടെ. ദേവ് നല്ല അടിപൊളി പാട്ടൊക്കെ പാടിക്കണു. പാട്ട് പാടേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഞാനൊന്ന് കണ്ണു മയങ്ങിയിരുന്നു കേട്ടോ. ഒന്ന് കണ്ണു മയങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ ദേണ്ട അമ്മ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിന്നാൻ വയറ്റിൽ ഒരു തരി സ്ഥലമില്ല, എന്നാലും 2 ദിവസം കഴിഞ്ഞ് കഴിക്കാമല്ലോ. അപ്പം നല്ല ചൂട് ഉണ്ണിയപ്പം റെഡി. അമ്മേ ഈ സെറ്റും കൂടെ എടുക്കുക എത്ര പാടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ അമ്മേ ഇത് നല്ല നീളമുണ്ടേ. ഇതിനും ഭേദം സാരി എങ്ങാനും വലിച്ചു കുത്തിയെടുത്ത് ഇങ്ങനെ വിരിച്ചിടായിരുന്നു. ഇത്ര മെനക്കെട്ട പരിപാടിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. അമ്മയാണ് എൻ്റെ ട്രീപ്പിസ്റ്റ്. അങ്ങനെ 1/2 മണിക്കൂറത്തെ മല്ലയുദ്ധം കഴിഞ്ഞിട്ടോ നമ്മളിതാ സാരി ഉടുത്തു, സെറ്റ് മുണ്ടുടുത്ത്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാണ് സെറ്റ് മുണ്ട് കൊടുക്കാതെ ഞാൻ ഇന്നാണ് തിരിച്ചറിഞ്ഞത്. എൻ്റെ അമ്മേ ഫാരിടാനും വയ്യ ചൂടെടുത്തിട്ട്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ഞാനും അമ്മയും കൂടെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. പാടത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ വീട് ഗേറ്റൊക്കെ ഒരു സൈഡ് ഇതാക്കിയിട്ട് ഫോട്ടോ എടുക്കാന്ന് പറയാം. പക്ഷേ ഇത് ദുർഘടം പിടിച്ച വഴിയാണ് ഗൈസ്. നമുക്ക് കുറേ വട്ടം കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാട്ടോ. എന്തൊക്കെ കഷ്ടപ്പാടാണ്. അതോ പിടിച്ചിട്ടുണ്ട്. സംഭവം സെറ്റ് സ്ഥലമാണ്, പക്ഷെ ഇത് കൂടെ പോകാനാണ് പാട്. ഇവരെങ്ങനെയാ പോയതിപ്പോൾ? ഓരോ ഫോട്ടോ എടുക്കാനുള്ള കഷ്ടപ്പാട് ഗൈസ്. നട്ടപ്പര വെയിലത്ത് അവള് പാടത്ത്. സമയം എത്ര 3:30 4 എത്ര സമയമായിമ്മ? 5 മണിയായിട്ടോ. 5 മണിയായിട്ടും നല്ല വെയിലാണ്. ഞാൻ അങ്ങനെ കിടക്കട്ടോ. നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, ചളിയല്ലേ? ഓ കുഴപ്പമില്ല. ചളിയും നല്ല വെയിലും ഉണ്ട്. ആദരമില്ലാത്തതുകൊണ്ട് അമ്മയാണ് ഇട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ നല്ല സ്ഥലമാണ് കണ്ടോ. രക്ഷയില്ലാത്ത സ്ഥലമാണ്. ബാക്കിക്ക് ഫുള്ളായിട്ട് കാണാനുണ്ടോ? ഓക്കെ ആണോ? അപ്പം മറ്റേ ട്യൂണിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ നിറയെ പുല്ലിങ്ങനെ നിറയെ ഇവിടെ ഇത്രത്തോളം ഉണ്ടെങ്കിൽ സെറ്റാണ് 2 സൈഡ്. അപ്പം എന്നാൽ നല്ല ഭംഗി ഉണ്ടാവും എടുക്കാൻ, ഫുൾ ഗ്രീൻ ആയിട്ട്. പക്ഷെ ഇവിടെ ഒന്നും നട്ടിട്ടില്ലല്ലോ. പിന്നെ
നമ്മുടെ കുളം അപ്പുറത്താണ്. അപ്പോൾ അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോവാം. വെയിൽ അങ്ങോട്ട് നോക്കാൻ വയ്യ, വെയിൽ കണ്ണിലടിക്കുന്നു. ഞങ്ങൾ സ്പോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിലാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഈ കുത്തിയതുണ്ടല്ലോ, അതവിടുന്ന് വിട്ട് ഒരു ഞെറി. നല്ല വെയിലാണ് ഗൈസ്. ഞാനാണെങ്കിൽ വരുമ്പോൾ സൺസ്ക്രീനും ഒരു തേങ്ങ എടുത്തിട്ടില്ല, ഒരു മോയ്സ്ചറൈസർ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇവിടെ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ മോയ്സ്ചറൈസർ മാത്രമേ ഉള്ളൂ. ഞാൻ അതും പൗഡറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. നമുക്ക് സ്പോട്ട് മാറ്റി പിടിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതെന്തൊരു വെളിച്ചം വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ അമ്പലം, പാതിശ്ശേരി മന. ഇതാണ് വാമനാമൂർത്തിയുടെ അമ്പലമാണ് കേട്ടോ. ഇവിടേക്ക് പിടിക്കുമ്പോൾ മാത്രം ഒരു വെളിച്ചം വരുന്നുണ്ട്. എന്താണോ സൂര്യൻ്റെ വെളിച്ചമാണ്. അപ്പോൾ ഇതാണ് അമ്പലം. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം എനിക്ക് ഫോട്ടോ പോസ് ചെയ്യാൻ അറിയില്ല കേട്ടോ, അതാണ് ഏറെ ഉള്ള പ്രശ്നം. പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. സെറ്റുമെൻ്റ് എടുത്തിട്ട് അമ്മേ ഞാനേ പൊക്കി പിടിക്കട്ടെ, ഞങ്ങൾ വീഴുള്ളൂ. അപ്പം നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. എന്തായാലും ഇവിടെ പപ്പടവടയൊക്കെ തിന്നു വെച്ചിക്കണ്. മരം വെട്ടുകാരുണ്ടായിരുന്നു, ചിലപ്പോൾ അവരാവും. ഡ്രസ്സൊക്കെ കുറച്ച് പൊക്കി പിടിച്ചിട്ടാട്ടോ നടക്കുന്നത്. കാരണം കൂടെ സീനാണ് വഴി, നല്ല മൊന്ത പിടിച്ചിരിക്കുക. അപ്പം എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാറില്ല. ഞങ്ങൾ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ. അയ്യാ, ഇത് നമ്മുടെ വീട്. ആദ്യം ഞാൻ മുടി കെട്ടി വെച്ചിട്ടു, പക്ഷെ അമ്മ പറഞ്ഞത് വൃത്തിയില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ആക്കി. ഈ ഗേറ്റിന് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നമ്മുടെ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ പ്രാന്തായിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം എന്നത്തെയും പോലെ ഒരു ദിവസം അത്രയേ ഉള്ളൂ നമുക്ക് ഓണം. അതിലിപ്പോൾ നമ്മൾ പൂക്കളിടും, ഒരു ഓണസദ്യ ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു ഓണക്കോടി എടുക്കും, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവാറ് ഓണാഘോഷ പരിപാടിയായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം ഇല്ല കേട്ടോ. അത് ഇപ്രാവശ്യം ക്യാൻസൽ ചെയ്തു. കാരണം നമ്മുടെ വയനാട് ദുരന്തം, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ മിക്ക ആൾക്കാർക്കും വീട്ടിലിരിക്കാൻ തന്നെ ഇഷ്ടം. പിന്നെ എല്ലാവരും ഇപ്പോൾ വിരുന്ന് പോകും, നമ്മൾ വിരുന്നൊന്നും പോകുന്നില്ല. നമുക്കതിൻ്റെ പണ്ടേ നമുക്ക് അതിനോട് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ വീട് തന്നെ ഇഷ്ടം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യം ഇത് പറയാൻ മറക്കും, പക്ഷെ പറയണം എന്നാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഇയർ ഇനി അടിപൊളിയായിട്ട് ആഘോഷിക്കാത്തവർ വിഷമിക്കാൻ വേണ്ട, ഇനി നമുക്ക് നെക്സ്റ്റ് ഇയർ തകർക്കാം. അപ്പോൾ എല്ലാവർക്കും ചാ.